ഇത് 2023 ഇറങ്ങിയ കേരള ക്രൈം ഫയൽ എന്ന സീരീസിന്റെ 3-ാമത്തെ എപ്പിസോഡാണ്. പറ്റുമെങ്കിൽ മുന്നത്തെ എപ്പിസോഡുകൾ കണ്ടിട്ട് വരിക. 3-ാം ദിവസം പോലീസ് സ്റ്റേഷനിൽ CI കുര്യന്റെ നേതൃത്വത്തിൽ മീറ്റിംഗ് നടക്കുകയാണ്. SI മനോജ് പറഞ്ഞു, കൊല്ലപ്പെട്ട സ്വപ്നയുടെ പിന്നാലെ പോയിട്ട് കാര്യമില്ല. അവരുടെ മരണത്തിന് പിന്നിൽ എന്തെങ്കിലും വൈരാഗ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മുടെ കണ്ടെത്തലുകൾ പ്രകാരം സ്വപ്നയെ കൊന്നത് ഉറപ്പായും ഷിജു തന്നെയാണ്. റിസപ്ഷനിസ്റ്റ് ശരത്ത് പറഞ്ഞതനുസരിച്ച് സ്വപ്നയും ഷിജുവും വളരെ സന്തോഷത്തോടു കൂടിയാണ് റൂമിലേക്ക് പോയത്. റൂമിലെത്തിയതിനു ശേഷമാവണം കൊലപാതകത്തിന് കാരണമായ എന്തോ ഒന്ന് അവിടെ സംഭവിച്ചിട്ടുണ്ടാകുക. ഇതെല്ലാം കേട്ട ശേഷം CI കുര്യൻ പറഞ്ഞു, ഉറപ്പായും ഷിജു ആദ്യമായിട്ടാകില്ല ഇമാതിരി കാര്യത്തിന് മുറിയെടുത്തിട്ടുണ്ടാവുക. സെക്സ് വർക്കേഴ്സുമായി കണക്ഷൻ ഉള്ള ഒരാൾ ഉറപ്പായും ഇതിനു മുന്നേയും പല ലോഡ്ജുകളിലും മുറിയെടുത്തിട്ടുണ്ടാകണം. അതിനാൽ കൊച്ചിയിലുള്ള ഇതുപോലുള്ള ലോക്കൽ ലോഡ്ജുകളിൽ റിസപ്ഷനിസ്റ്റ് ശരത്ത് പറഞ്ഞ അടയാളങ്ങൾ വെച്ച് പരിശോധിക്കണം. അപ്പോഴേക്കും ഒരു ലേഡി കോൺസ്റ്റബിൾ അങ്ങോട്ടേക്ക് വന്നിട്ട് ലതിക വന്ന കാര്യം SI മനോജിനോട് പറയും. SI മനോജ് ലതികയോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കും. ലതിക പറഞ്ഞു, സ്വപ്നയെ കുറച്ച് വർഷങ്ങളായി എനിക്കറിയാം. 3 ദിവസം മുന്നെയാണ് അവസാനമായി കണ്ടത്. ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലതികയുടെ കഴുത്തിലെ മുറിവ് SI മനോജ് ശ്രദ്ധിക്കും. കൊല്ലപ്പെട്ട സ്വപ്നയുടെ കഴുത്തിൽ ഉണ്ടായിരുന്നത് പോലെയുള്ള പാട്. മനോജ് ചോദിച്ചു, നിങ്ങളുടെ കഴുത്തിലും കൈയിലും എങ്ങനെയാണ് മുറിവുണ്ടായത്? ആരെങ്കിലും ഉപദ്രവിച്ചതാണെങ്കിൽ പറയണം. ലതിക ആദ്യം ആ ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുമെങ്കിലും പിന്നീട് സത്യം പറയും. ലതിക SIയോട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം തന്നെ കൂട്ടിക്കൊണ്ടുപോയ ഒരാൾ ഉപദ്രവിച്ചതാണ്. SI മനോജ് CCTV വിഷ്വലിൽ നിന്നും എടുത്ത ഷിജു നടന്നു പോകുന്ന ഒരു ഫോട്ടോ ലതികയെ കാണിച്ചിട്ട് ചോദിച്ചു, കഴിഞ്ഞ ദിവസം ഇയാളാണോ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത്? ലതിക ഫോട്ടോ നോക്കിയ ശേഷം ഇത് തന്നെയാണോ ആളെന്ന് ഉറപ്പില്ല, എങ്കിലും ഏകദേശം ഇതുപോലെ ഇരിക്കുന്ന ഒരാളാണെന്നുള്ള കാര്യം മനോജിനോട് പറയും. മനോജ് കോങ്ങണ്ണന്റെ കാര്യം ചോദിക്കുമെങ്കിലും അത് താൻ ശ്രദ്ധിച്ചില്ല എന്ന് ലതിക ഉത്തരം പറയും. എന്നാലും അയാളുടെ പേര് ഷിജു എന്നാണ് എന്നുള്ള കാര്യം തനിക്കറിയാമെന്നും അവർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ലതികയും ഷിജുവും പോയ ലോഡ്ജിൽ SI മനോജും പോലീസുകാരും എത്തും. ആ ലോഡ്ജിലെ രജിസ്റ്റർ പരിശോധിക്കുമ്പോൾ ലതികയുടെ അഡ്രസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയുടെ ഡീറ്റെയിൽസ് ഉണ്ടാകത്തില്ല. SI മനോജും പോലീസുകാരും അവർ എടുത്ത റൂം പരിശോധിക്കും. മനോജ് അവിടുത്തെ ജനലിനടുത്ത് നിന്നും സിഗരറ്റ് വലിച്ചുകൊണ്ട് നിന്നപ്പോൾ പുറത്ത് കൂടിക്കിടക്കുന്ന ചവർ ശ്രദ്ധിക്കും. SI മറ്റു പോലീസുകാരെ കൊണ്ട് ആ ചവറിലുണ്ടായിരുന്ന പേപ്പർ കഷ്ണങ്ങൾ ശേഖരിച്ച് റൂമിലെത്തിക്കും. കോൺസ്റ്റബിൾ സുനിലും വിനുവും ആ പേപ്പർ കഷ്ണങ്ങൾ പരിശോധിക്കും. സുനിൽ എടുത്തുകൊടുത്ത കുറച്ച് പേപ്പറുകൾ വിനു SIക്ക് കൊടുക്കും. SI മനോജ് ആ ബില്ലിലെ ഡേറ്റ് പരിശോധിച്ചപ്പോൾ ഈ ഇടയ്ക്ക് ഒരു പലചരക്ക് കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയതാണെന്ന് മനസ്സിലാകും. അവരെല്ലാവരും കൊച്ചിയിലെ ബസാർ റോഡിലുള്ള മമ്മൂട്ടി സ്റ്റോഴ്സ് എന്ന കടയിലേക്ക് തിരികെ. പോലീസുകാർ കടയുടെ മുന്നിൽ എത്തിയ ഉടൻ തന്നെ കോൺസ്റ്റബിൾ പ്രദീപും വിനുവും ഇറങ്ങി കട ഉടമയെ ബില്ല് കാണിച്ച് ഈ ബില്ലിലെ സാധനങ്ങൾ ആർക്കാണ് വിറ്റതെന്നുള്ള കാര്യം ചോദിക്കും. ബില്ലിലെ ഡേറ്റ് വെച്ച് കടയിലെ ബുക്കുമായി നോക്കിയതിനു ശേഷം അയാൾ പറഞ്ഞു, ഇത് ഇവിടെ യൂണിയനിൽ വർക്ക് ചെയ്യുന്ന ഷിജുവിനും വിറ്റ സാധനങ്ങളാണ്. കടക്കാരിൽ നിന്നും ഷിജുവിന്റെ വീട് മനസ്സിലാക്കി SI മനോജും സിമ്പന്തികളും അങ്ങോട്ടേക്ക് തിരിക്കും. പോലീസുകാർ ഷിജുവിന്റെ വീട്ടിലെത്തുമെങ്കിലും ഷിജു അവിടെ ഉണ്ടാകില്ല. SI മനോജ് ഷിജുവിന്റെ കേരിയിങ് ആയ ഭാര്യയോട് കുറച്ച് വിശേഷങ്ങൾ ചോദിച്ച ശേഷം മെനിഞ്ഞാന്ന് രാത്രി ഷിജു ഇവിടെ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം ചോദിക്കും. ഷിജുവിന്റെ ഭാര്യ പറഞ്ഞു, മെനിഞ്ഞാന്ന് തിരുവനന്തപുരത്ത് ഒരു യൂണിയൻ മീറ്റിംഗിന് പോയിട്ട് ഇന്നലെ ഉച്ചയ്ക്കാണ് മടങ്ങി വന്നത്. ഇന്ന് അദ്ദേഹം കളക്ടറേറ്റ് മാർച്ചിന് പോയിരിക്കുകയാണ്. SI ഷിജുവിന് കോങ്കണ്ണ് ഉണ്ടോ എന്ന കാര്യം ഷിജുവിന്റെ ഭാര്യയോട് ചോദിക്കുമെങ്കിലും ഇല്ല എന്ന് അവർ ഉത്തരം പറയും. ആ വീട്ടിൽ നിന്നും ഷിജുവിന്റെ ഒരു ഫോട്ടോ വാങ്ങി SIയും പോലീസുകാരും അവിടെ നിന്നും ഇറങ്ങും. SI മനോജ് പ്രദീപിനോട് പറഞ്ഞു, റിസപ്ഷനിസ്റ്റ് ശരത്തിനെയും ലതികയെയും ഈ ഫോട്ടോ കാണിച്ച് നമ്മൾ അന്വേഷിക്കുന്ന ഷിജു ഇത് തന്നെയാണോ എന്ന് ഉറപ്പിക്കണം. SI മനോജും കോൺസ്റ്റബിൾ വിനുവും കളക്ടറേറ്റിന് മുന്നിലെത്തും. ആ മാർച്ചിനിടയിൽ ഷിജുവിനെ അവർ കണ്ടെത്തും. അപ്പോഴേക്കും കോൺസ്റ്റബിൾ വിനു SI മനോജിനോട് പറഞ്ഞു, സാർ, സ്റ്റേഷനിൽ ബസ്സിൽ വെച്ചുള്ള ഒരു മാലമോഷണ കേസ് വന്നിട്ടുണ്ട്. മോഷ്ടാവിനെ കൈയോടെ കിട്ടിയിട്ടുണ്ട്. FIR ഇട്ട് കേസെടുത്തോളാൻ പറഞ്ഞ് മനോജ് കോൺസ്റ്റബിൾ വിനുവിനെ പറഞ്ഞുവിടും. അതേസമയം കോൺസ്റ്റബിൾ സുനിലും പ്രദീപും ഷിജുവിന്റെ ഫോട്ടോയുമായി ലതികയെയും റിസപ്ഷനിസ്റ്റ് ശരത്തിനെയും കാണാൻ ചെല്ലും. ലതിക മെനിഞ്ഞാന്ന് തനിക്കൊപ്പം ഉണ്ടായിരുന്നത് ഈ ഫോട്ടോയിൽ കാണുന്ന ഷിജു തന്നെയാണെന്ന് ഉറപ്പിക്കും. എന്നാൽ ശരത്ത് ഫോട്ടോ കണ്ടിട്ട് കോങ്കണ്ണില്ലാത്തതിനാൽ ഒരു സംശയം പ്രകടിപ്പിക്കും. കോൺസ്റ്റബിൾ പ്രദീപ് ശരത്തിനെ വിരട്ടുമ്പോൾ ഭയന്ന് ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം തന്റെ ലോഡ്ജിൽ റൂമെടുത്ത് ഷിജു തന്നെയാണെന്ന് സമ്മതിക്കും. കോൺസ്റ്റബിൾ പ്രദീപ് ലതികയും ശരത്തും ഷിജുവിനെ തിരിച്ചറിഞ്ഞ കാര്യം SI മനോജിനെ വിളിച്ചു പറയും. SI മനോജ് CI കുര്യനെ കാര്യങ്ങൾ അറിയിക്കാതെ പ്രകടനത്തിനിടയിൽ നിന്നും ഷിജുവിനെ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങും. എന്നാൽ ഷിജു ആ സമയത്ത് നാരങ്ങ വെള്ളം കുടിക്കാനായി അടുത്തുള്ള കടയിലെത്തും. അവിടെ വെച്ച് SI മനോജും കോൺസ്റ്റബിൾ വിനുവും ചേർന്ന് ഷിജുവിനെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നത് പ്രകടനത്തിന് വന്ന മറ്റു ചിലർ കാണുന്നുണ്ടായിരുന്നു. സ്റ്റേഷനിൽ കൊണ്ടുചെന്ന് ഷിജുവിനെ
ചോദ്യം ചെയ്യുമെങ്കിലും അവൻ ഒന്നും സമ്മതിക്കില്ല. മെനിഞ്ഞാന്ന് ലതികയെ കണ്ടായിരുന്നോ എന്നുള്ള ചോദ്യത്തിനും അവൻ ഇല്ല എന്ന് ഉത്തരം പറയും. ഷിജു അവിടുത്തെ ഒരു ലോക്കൽ നേതാവായതിനാൽ തന്റെ ധാർഷ്ട്യം അവൻ പോലീസുകാരോടും കാണിക്കും. ഷിജു ചോദ്യം ചെയ്യലിന് സഹകരിക്കില്ല എന്ന് മനസ്സിലാക്കിയ SI മനോജ് പുറത്തേക്കിറങ്ങി കോൺസ്റ്റബിൾ പ്രദീപിനോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ ഷിജുവിന്റെ ഫിംഗർ പ്രിന്റും ക്രൈം സീനിൽ നിന്ന് കിട്ടിയ ഫിംഗർ പ്രിന്റും മാച്ച് ആകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഇത് പറഞ്ഞുകൊണ്ട് നടന്നു പോകുമ്പോഴാണ് ബസ്സിൽ വെച്ച് മാല പൊട്ടിച്ച കേസുമായി ബന്ധപ്പെട്ട് അവിടെ മുഴുവൻ ആൾക്കാർ നിൽക്കുന്നത് ശ്രദ്ധിച്ചത്. ലേഡി കോൺസ്റ്റബിളിനോട് എത്രയും പെട്ടെന്ന് തന്നെ ബസ്സിൽ ഉണ്ടായിരുന്നവരുടെ പേരും അഡ്രസ്സും എഴുതിയെടുത്ത് എല്ലാവരെയും വിട്ടയക്കണമെന്ന് പറഞ്ഞ് പുറത്തേക്ക് നോക്കിയപ്പോൾ ഷിജുവിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നതിനാൽ പാർട്ടിക്കാരെല്ലാവരും പുറത്ത് ബഹളം വെക്കുന്നു. അവരോട് മറുപടിയൊന്നും പറയാതെ മനോജ് ക്യാബിനിലേക്ക് പോകും. അല്പസമയത്തിനുള്ളിൽ തന്നെ ഒരു പത്രവുമായി CI കുര്യൻ സ്റ്റേഷനിലേക്ക് എത്തും. പാർട്ടിയിലെ ചിലർ CIക്ക് അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ സമാധാനപരമായാണ് സമരം ചെയ്തുകൊണ്ടിരുന്നത്, യാതൊരുവിധ പ്രകോപനവും ഉണ്ടാക്കിയിട്ടുമില്ല, പിന്നെ എന്തിന്റെ പേരിലാണ് ഷിജുവിനെ അറസ്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? CI ഉടൻ തന്നെ കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാക്കാമെന്ന് പറഞ്ഞ് സ്റ്റേഷനിലേക്ക് കയറും. CI SI മനോജിനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നോട് ചോദിക്കാതെ എന്തിനാണ് ആ മാർച്ചിൽ പോയി ഷിജുവിനെ അറസ്റ്റ് ചെയ്തത്? മനോജ് പറഞ്ഞു, റിസപ്ഷനിസ്റ്റ് ശരത്തും ലതികയും ഇവന്റെ ഫോട്ടോ കണ്ട് തിരിച്ചറിഞ്ഞു. മാത്രമല്ല, ഞങ്ങൾ ഷിജുവിന്റെ വീട്ടിൽ പോയിരുന്നു. മെനിഞ്ഞാന്ന് അയാൾ വീട്ടിൽ പോയിട്ടില്ല എന്ന് അയാളുടെ ഭാര്യ തന്നെ പറഞ്ഞു. ഇതെല്ലാം കേട്ട് CI ദേഷ്യത്തോടെ കയ്യിലിരുന്ന പത്രം ടേബിളിലേക്ക് വലിച്ചെറിഞ്ഞ ശേഷം പറഞ്ഞു, മെനിഞ്ഞാന്ന് താൻ ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷിജു തിരുവനന്തപുരത്ത് മന്ത്രിക്കൊപ്പം യൂണിയൻ മീറ്റിംഗിലായിരുന്നു. അതിന്റെ ഫോട്ടോ ഈ പത്രത്തിലുണ്ട്. തിരുവനന്തപുരത്തുള്ള ഷിജു എങ്ങനെയാണ് കൊച്ചിയിലുള്ള സ്വപ്നയെ കൊല്ലുന്നത്? അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കോൺസ്റ്റബിൾ പ്രദീപ് കയറി വന്നിട്ട് പറഞ്ഞു, ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കോള് വന്നു, ഫിംഗർ പ്രിന്റ് മാച്ച് ആകുന്നില്ല. അതുകൂടി കേട്ട് കഴിഞ്ഞപ്പോൾ SI മനോജ് വിഷമിച്ച് പുറത്തെ ബെഞ്ചിൽ പോയിരിക്കും. ഈ സമയം കൊണ്ട് ബസ് യാത്രക്കാരുടെ പേരും അഡ്രസ്സും എല്ലാം പോലീസുകാരി എഴുതിയെടുത്ത് ബസ് സ്റ്റേഷനിൽ നിന്നും പറഞ്ഞയച്ചു. എന്നാൽ നേരത്തെ നിന്നതിനേക്കാളും പാർട്ടിക്കാർ സ്റ്റേഷന് മുന്നിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഇവരെ എല്ലാവരെയും കണ്ടു കഴിഞ്ഞപ്പോൾ കോൺസ്റ്റബിൾ പ്രദീപ് CI കുര്യന്റെ അടുത്ത് പോയി പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഈ ഷിജു ലോഡ്ജിൽ വെച്ച് ലതികയെ ഉപദ്രവിച്ചു എന്നുള്ള കാര്യം മനോജ് സാറിനോട് പറഞ്ഞിട്ടുണ്ട്. ആ കേസിലാണ് ഷിജുവിനെ അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ പുറത്ത് കൂടി നിൽക്കുന്ന പാർട്ടിക്കാർ എല്ലാവരും പിരിഞ്ഞു പൊക്കോളും. ഇത് കേട്ട CI പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ ലതികയുടെ കയ്യിൽ നിന്ന് ഒരു റിട്ടേൺ കംപ്ലൈന്റ് എഴുതി വാങ്ങണം. കോൺസ്റ്റബിൾ പ്രദീപും സുനിലും കൂടി ലതികയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞ ദിവസം രാത്രി ഷിജു ഉപദ്രവിച്ചു എന്നുള്ള രീതിക്ക് ഒരു പരാതി എഴുതി തരാൻ പറയും. ലോക്കൽ നേതാവായതിനാൽ അവൻ തന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ലതിക ഒഴിഞ്ഞുമാറുമെങ്കിലും കോൺസ്റ്റബിൾ പ്രദീപ് ലതികയെ വിരട്ടി സമ്മതിപ്പിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് പരാതി എഴുതി ഒപ്പിട്ട് വാങ്ങും. CI കുര്യൻ ആ പരാതി പേപ്പറുമായി പുറത്തേക്ക് ബഹളം വെച്ചുകൊണ്ടിരുന്ന പാർട്ടിക്കാരുടെ അടുത്തേക്ക് ചെന്നിട്ട് ക്രൈം നമ്പർ 234A/2021 പ്രകാരം ലതിക എന്ന സ്ത്രീയെ പീഡിപ്പിച്ച കേസിലാണ് ഷിജുവിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറയും. ഇനി ഇവിടെ നിന്ന് ബഹളം വെച്ചാൽ എല്ലാവരെയും പിടിച്ച് അകത്താക്കുമെന്ന് പറഞ്ഞ് വിരട്ടി അവിടെ കൂടി നിന്ന എല്ലാ പാർട്ടിക്കാരെയും പറഞ്ഞുവിടും. അന്നേ ദിവസം രാത്രി കോൺസ്റ്റബിൾ വിനു ബസ്സിലുണ്ടായിരുന്നവരുടെ ഡീറ്റെയിൽസ് കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു അഡ്രസ് അയാൾ ശ്രദ്ധിച്ചത്. ഷിജു, പാറയിൽ വീട്, നീണ്ടകര. ബസ്സിലുണ്ടായിരുന്നവരുടെ കൂട്ടത്തിൽ തങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സ്വപ്നയുടെ കൊലയാളി ഷിജു ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയ വിനു ആ ഡീറ്റെയിൽസുമായി SI മനോജിന്റെ ക്യാബിനിലേക്ക് ഓടും. അതേസമയം എറണാകുളത്തേക്ക് പോകുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ ഷിജു മുന്നിലെ സീറ്റിൽ ചാരിയിരുന്ന് മയങ്ങുകയാണ്. ബസ് ഒന്ന് ഉലയുമ്പോൾ അവൻ കണ്ണു തുറക്കും. റിസപ്ഷനിസ്റ്റ് ശരത്ത് പറഞ്ഞതുപോലെ ഷിജുവിന് കോങ്കണ്ണുണ്ട്. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കും.